HDFC സ്വിഗ്ഗി ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ഈ രണ്ട് പുതിയ വേരിയന്റ് വന്നതോടുകൂടി മൊത്തം സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം 3 നിലവിലുള്ള ബേസ് വേരിയന്റ് ആയിട്ടുള്ള സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവും, ഞാനിത് അപ്ഗ്രേഡ് ചെയ്യണോ അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഇതിന്റെ ഈ ക്യാഷ് ബാഗിന് എന്തെങ്കിലും ക്യാപ്പിംഗ് ഉണ്ടോ, ഈ 3 കാർഡുകളിൽ ഏതാണ് എനിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്, ഇങ്ങനെയുള്ള സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന HDFC സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡുകൾ 3 അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ആൻഡ് വെൽക്കം ടു മൈൽസ് പോയിന്റ്സ് ആൻഡ് പാസ്പോർട്ട്സ്. നമ്മുടെ ഈ ചാനൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് ആയിട്ടുള്ള മൈൽസ്, പോയിന്റ്സ് ഇതെല്ലാം എങ്ങനെ എഫക്റ്റീവായി ഒരു പാസ്പോർട്ടിൽ, അതായത് നമ്മുടെ ഒരു യാത്രയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ചാനലാണ്. അത് ഫ്രീ ഫ്ലൈറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രീ 5-സ്റ്റാർ ഹോട്ടൽ സ്റ്റേ ആയിരിക്കാം. നിങ്ങൾ ഈ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്തോനേഷ്യയിലുള്ള ബാലി, ഒമാൻ, തായ്ലൻഡ്, മലേഷ്യ, ശ്രീലങ്ക, മാൽഡീവ്സ്, ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ, ഇവിടെ എല്ലാം ഞാൻ പോയ ട്രാവൽ വ്ളോഗ്സ് നിങ്ങൾക്ക് കാണാം. ഈ വ്ളോഗ്സിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു സംഗതി എന്തെന്നാൽ ക്രെഡിറ്റ് കാർഡ് റിവാർഡ്സ് ആയി കിട്ടിയിരിക്കുന്ന മൈൽസ് ആൻഡ് പോയിന്റ്സ് എങ്ങനെ ഞാനൊരു ഫ്രീ ഫ്ലൈറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രീ സ്റ്റാർ ഹോട്ടൽ സ്റ്റേ ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് HDFC സ്വിഗ്ഗിയുടെ 3 വേരിയന്റിൽ വന്നിരിക്കുന്ന കാർഡുകളുടെ ഒരു കമ്പാരിസൺ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡ് HDFC സ്വിഗ്ഗിയുടെ ഏറ്റവും ആദ്യം ഇറങ്ങി, അതായത് ഈ ബ്ലാക്ക് അല്ല, ഈ ഓറഞ്ച് അല്ലാത്തുള്ള ഒരു വേരിയന്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയും ഒരു ചെറിയ ദുഃഖ വാർത്തയും ഉണ്ട്. ഞാൻ ആദ്യം സന്തോഷ വാർത്ത പറയാം. 2026 ഏപ്രിൽ 17 മുതൽ ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ ക്ലിയർ ട്രിപ്പ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴി നിങ്ങൾ ഫ്ലൈറ്റോ അല്ലെങ്കിൽ ഹോട്ടലോ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നമുക്ക് 1% ക്യാഷ് ബാഗേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി അത് 5% പ്ലസ് 19% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഹോട്ടൽസിനും 5% പ്ലസ് 6% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഫ്ലൈറ്റ്സിനും കിട്ടുന്നതായിരിക്കും. 17 ഏപ്രിൽ മുതലാണ് ഇത് ആരംഭിക്കുന്നത്. സാധാരണ ഒരുപാട് ഡിവാലുവേഷൻ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹാപ്പി ന്യൂസ് ചെറിയൊരു ആശ്വാസമൊക്കെ നൽകുന്നുണ്ട്. ഇനി ഒരു ചെറിയ ബാഡ് ന്യൂസ് ആണ്. ആ ബാഡ് ന്യൂസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡ് സ്വിഗ്ഗി പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം ബെനിഫിറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടോ അല്ലെങ്കിൽ സ്വിഗ്ഗിയുടെ ഡൈനൗട്ടോ അല്ലെങ്കിൽ ഫുഡ് ഡെലിവറിയോ തുടങ്ങിയ കാര്യങ്ങൾക്ക് മിനിമം ട്രാൻസാക്ഷൻ 249 രൂപയാക്കി ഇവർ ഉയർത്തിയിട്ടുണ്ട്. 249 എന്ന് പറയുന്ന ഒരു വലിയ ഡീലല്ല. കാരണം ഇപ്പോൾ ഡൈനൗട്ട് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് 240 മുകളിൽ നമുക്ക് ബില്ല് വരും. ഇൻസ്റ്റാമാർട്ട് ആണെന്നുണ്ടെങ്കിൽ 249 എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് അല്ല. ഫുഡ് ഡെലിവറിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതൊരു വലിയ ബാഡ് ന്യൂസ് അല്ല, ഒരു ചെറിയ ബാഡ് ന്യൂസ് ആയിട്ട് കണക്കാക്കാം. ഓൾറെഡി സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡ് കയ്യിലുള്ളവർ ചിന്തിക്കുക, നിങ്ങൾക്ക് ഈ കാർഡ് വഴി ഓൺലൈൻ സ്പെൻഡ് വഴി ഒരു മാസം പരമാവധി 1500, സ്വിഗ്ഗി പ്ലാറ്റ്ഫോം വഴി ഒരു മാസം പരമാവധി 1500, ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് വഴി പരമാവധി 500. അപ്പോൾ ഒരു മാസം ലഭിക്കുന്ന മാക്സിമം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് 3500 രൂപയാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് HDFCയുടെ തന്നെ സ്വിഗ്ഗിയുടെ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ്സുകൾ ഇതിൽ നിന്നും പരമാവധി ഒരു മാസം എത്രയൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുമെന്ന് നോക്കാം. ആദ്യം നമുക്ക് HDFC സ്വിഗ്ഗി ഓറഞ്ച് ക്രെഡിറ്റ് കാർഡ് പരിശോധിക്കാം. സ്വിഗ്ഗി ആപ്പ് ത്രൂ ഉള്ള പർച്ചേസിന് എല്ലാം 5% ക്യാഷ് ബാക്ക് ആണ്. അതിന് ക്യാപ്പിംഗ് വന്നിരിക്കുന്നത് 1500 ആണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, സ്വിഗ്ഗി ആപ്പ് ത്രൂ നമ്മൾ ഓർഡർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമല്ല ഈ 1500 ക്യാപ്പിംഗ് വന്നിരിക്കുന്നത്. അത് ഓൺലൈൻ സ്പെൻഡുകളായിട്ടുള്ള ക്ലിയർ ട്രിപ്പ്, നൈക്ക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം കൂടി ഇത് ബാധകമാണ്. അതർ കാറ്റഗറിയിൽ വരുന്ന 1% ആയിട്ടുള്ള 1000 ഇവിടെയുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു മാസം നമുക്ക് ലഭിക്കാവുന്ന മാക്സിമം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് 1500 പ്ലസ് 1000 2500 രൂപയാണ്. ഇതിൽ നിന്ന് എന്ത് കാര്യം മനസ്സിലാക്കാം നമുക്ക്? അത് ഓൾറെഡി ഉള്ള സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ഡൗൺഗ്രേഡ് വേർഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്ന HDFC സ്വിഗ്ഗി ഓറഞ്ച് ക്രെഡിറ്റ് കാർഡ്. ഓറഞ്ച് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഡൗൺഗ്രേഡ് വേർഷൻ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാവും ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു അപ്ഗ്രേഡ് ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അപ്ഗ്രേഡ് ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. HDFC സ്വിഗ്ഗി ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി ആപ്പ് ത്രൂള്ള നമ്മുടെ എല്ലാ പർച്ചേസിനും 10% ക്യാഷ് ബാക്ക് ആണ്. അതിന്റെ ക്യാപ്പിംഗ് എന്ന് പറയുന്നത് 1500 രൂപയാണ് ഒരു മാസത്തേക്ക്. അതുകൂടാതെ ഓൺലൈൻ സ്പെൻസ്, അതിൽ തന്നെ ക്ലിയർ ട്രിപ്പ്, നൈക്ക ഇതെല്ലാം വരുന്നുണ്ട്. അതിന് 5% എന്നുള്ള രീതിയിൽ 1500 ഒരു ക്യാപ്പിംഗ് വരുന്നുണ്ട്. അപ്പോൾ 1500 പ്ലസ് 1000 3000 പിന്നെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് അതർ സ്പെൻസിലാണ്. ഇപ്പൊ നോർമൽ സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡാണ് കയ്യിലുള്ളവർക്ക് എന്നുണ്ടെങ്കിൽ ഈ അതർ സ്പെൻസിന് 500 റുപ്പീസ് ആയിരുന്നു. അത് ഇവിടെ 1000 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 1500 പ്ലസ് 1500 പ്ലസ് 1000 4000 രൂപയാണ് നമുക്ക് ഈ കാർഡ് വഴി ഉണ്ടാക്കാവുന്ന മാക്സിമം ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിഗ്ഗിയുടെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് കയ്യിലുള്ളവർ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ ബ്ലാക്ക് വേരിയന്റിലായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത് അതർ സ്പെൻസിൽ 500 റുപ്പീസ് എന്നുള്ളത് 1000 റുപ്പീസ് ആയി എന്നുള്ളതാണ്. പിന്നെ ക്ലിയർ ട്രിപ്പിന്റെ ബെനിഫിറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഏപ്രിൽ 17 ശേഷം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 500 രൂപയുടെ വ്യത്യാസമാണ് ഇതിനുള്ളത്. പക്ഷേ ഇതിന്
ജോയിനിങ് ആൻഡ് ആനുവൽ ഫീ എന്ന് പറയുന്നത് 1000 രൂപ പ്ലസ് GST ആണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡ് ഇത് ഇപ്പോൾ പുതുതായിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഒന്നും കിട്ടണമെന്നില്ല, ചിലർക്ക് ചില ഭാഗ്യമുള്ളവർക്ക് കിട്ടാം. നിങ്ങൾക്കിത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. കാരണം HDFC പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ഈ രണ്ട് ക്രെഡിറ്റ് കാർഡുകൾക്ക് ഒരു അഡീഷണൽ ബർത്ത്ഡേ ബെനിഫിറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇതുവരെ കിട്ടുന്ന ഓഫറുകൾക്ക് പുറമെ 10% അപ് ടു 500 റുപ്പീസിന്റെ ഒരു ബർത്ത്ഡേ ബെനിഫിറ്റ് ആയിട്ടുള്ള ഓഫർ കൂടി സ്വിഗ്ഗി ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ഓഫറിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 7 ദിവസമാണ്. നമ്മുടെ ബർത്ത്ഡേ എന്നാണോ അതിന് 3 ദിവസം മുൻപ് 3 ദിവസം പിൻപ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓൾറെഡി ഉള്ള ഓഫറിന് പുറമെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു 500 റുപ്പീസിന്റെ ബെനിഫിറ്റ് കൂടി ഈ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ് നൽകുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്വിഗ്ഗി ഓൾഡ് കാർഡിൽ നമുക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരുന്ന 4 മെയിൻ കാറ്റഗറി MCC കോഡ്സ് പുതിയ ഓറഞ്ച് ആൻഡ് ബ്ലാക്കിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് 4 കാറ്റഗറിയാണ് നൈസായിട്ട് അവർ ഒഴിവാക്കിയിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്, ഡിസ്കൗണ്ട് സ്റ്റോഴ്സ്, ഹോം ഡെക്കോർ ആൻഡ് ഗ്രോസറി. ഈ 4 MCC കോഡ്സ് നൈസായിട്ട് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. സ്വിഗ്ഗി ഓൾഡ് കാർഡിൻ്റെയും സ്വിഗ്ഗി ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കാർഡിൻ്റെയും MCC കോഡ് ലിസ്റ്റ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ആദ്യം സ്വിഗ്ഗി ബ്ലാക്ക് കാർഡിൻ്റെ MCC ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാമാണ് സ്വിഗ്ഗി ബ്ലാക്ക് കാർഡിൻ്റെ MCC ലിസ്റ്റുകൾ. ഇനി പഴയ സ്വിഗ്ഗിയുടെ MCC ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, 4 എണ്ണം നൈസായിട്ട് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് മുമ്പ് MCC കോഡ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുമായിരുന്നു. ഇപ്പോൾ MCC കോഡ് പ്ലസ് ആ ഒരു മർച്ചൻറ്റിൻ്റെ പേരുണ്ടല്ലോ, ഇത് രണ്ടും ഒരേപോലെ വന്നാൽ മാത്രമേ ക്യാഷ് ബാക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡിലുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ചില സമയത്ത് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചത്രയും ക്യാഷ് ബാക്ക് ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ MCC അല്ലെങ്കിൽ മെർച്ചൻ്റ് നെയിം ഇതെല്ലാം കറക്റ്റ് ആവാത്തതിൻ്റെ പേരിലാണ് എന്ന് മനസ്സിലാക്കുക. കാരണം സ്വിഗ്ഗി കാർഡ് ഉപയോഗിക്കുന്ന നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളൊക്കെ പറയുന്നത് ചില സമയത്ത് ചിലതിനൊന്നും ക്യാഷ് ബാക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിന് കാരണം ഇതുപോലുള്ള MCC ചേഞ്ചസിൽ വരുന്ന ഡിഫറൻസ് ആണ്. അപ്പോൾ 4 പുതിയ കാറ്റഗറി നൈസായിട്ട് പുതിയ കാർഡുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ കാര്യം ഓർമ്മയിൽ വെക്കുക. സോ കമ്പാരിസൺ എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓൾറെഡി ആദ്യം ഇറങ്ങിയ സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഓറഞ്ച് വേരിയൻ്റ് അടുത്തേക്ക് പോകില്ല എന്നുള്ളത് എനിക്കറിയാം. ഇനി ബ്ലാക്ക് വേരിയൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാക്സിമം ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതർ സ്പെൻഡ് വഴി നമുക്കൊരു എക്സ്ട്രാ 500 റുപ്പീസ് നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൂടാതെ ബർത്ത്ഡേ ബെനിഫിറ്റ് അത് വർഷത്തിൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മന്ത്ലി കിട്ടുന്നതിലൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ ഓൾറെഡി ഉള്ള ആദ്യം ഇറങ്ങിയ HDFC സ്വിഗ്ഗി ക്രെഡിറ്റ് കാർഡുകളാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത് കയ്യിൽ തന്നെ ഹോൾഡ് ചെയ്യാമെന്നേ ഉള്ളൂ. സപ്പോസ് നിങ്ങൾക്ക് ഈ ബ്ലാക്ക് വേരിയൻറ്റ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം അത് നിങ്ങൾ എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ആദ്യം ഇറങ്ങിയ കാർഡുണ്ടല്ലോ അത് വെച്ച് കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ ഓറഞ്ച് വേരിയൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡൗൺ ഗ്രേഡ് ആണ്, അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു ഈ 3 ക്രെഡിറ്റ് കാർഡുകൾ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. ഇതുപോലുള്ള ക്രെഡിറ്റ് കാർഡുകളായിട്ടുള്ള റിവ്യൂസ്, അതിൻ്റെ റിവാർഡ്സ്, അതിൻ്റെ മൈൽസ്, പോയിന്റ്സ് ഇതെല്ലാം എങ്ങനെ ഒരു യാത്രയിലൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.